എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മൾ സ്വപ്നം കാണൽ മാത്രമല്ല, അതിലേക്ക് നമ്മൾ ഇവിടെ അടുക്കുന്നില്ല. ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ വളരെ മനോഹരമായി അത് കൈകാര്യം ചെയ്യാറ്. കേരളം പോലുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പരസ്യം ചെയ്ത് ലോകത്തെല്ലായിടത്തുള്ള ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കേരളം ക്ലീൻ അല്ല എന്നുള്ളത് അതൊരു കൾച്ചറാണ്. ഒരു കൾച്ചറാണ്. നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ കൾച്ചറാണ്. ഞാൻ പണ്ട് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ മെൽബണിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ കുട്ടി UKG ക്ലാസ്സിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് മിഠായി കടലാസെല്ലാം എടുത്ത് പുറത്തളയാ. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ പോക്കറ്റിൽ മുഴുവൻ മിഠായി കടലാസ് എന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിൽ മിഠായി കൊടുത്താണ്. മിഠായി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ തൊണ്ട് കവർ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ല അവിടെ. അപ്പൊ ഈ പയ്യൻ പോക്കറ്റിൽ വെച്ചു. അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്, ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി ആദ്യം വേസ്റ്റ് ബാസ്ക്കറ്റ് കാണുമ്പോൾ അത് ഇട്ടോളണം, അതിന് വേണ്ടിയിട്ടാണ് പോക്കറ്റിൽ വെച്ചിരിക്കുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, മിഠായി കഴിച്ചാൽ ഒറ്റയേറാണ്. കാറിൽ പോവുകയാണെങ്കിലും കാറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എറിയും. ഇപ്പോൾ ഏറ്റവും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും വന്നിട്ട് നമ്മുടെ പാലത്തിലേക്ക് വന്ന് വണ്ടിയൊക്കെ നിർത്തുക, എന്നിട്ട് പുറകിൽ നിന്ന് എടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടുക. കുടിവെള്ളത്തിലേക്കാണ് ഇടുന്നത്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഞാനൊരു പ്രൊഫസറും ഭാര്യയും പ്രൊഫസറാണ്. രണ്ടുപേരും കൂടി കാറിൽ പോയിട്ട് ഒരു പാലത്തിന്റെ മീതെ നിന്ന് രണ്ടുപേരും വീട്ടിലെ വേസ്റ്റ് എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ബൈക്ക് എടുത്തിട്ട് പോകും, വൈഫ് പുറകിൽ ഫ്രണ്ടിൽ. നല്ല പൊതി ഉണ്ടാവും, നല്ല പാക്കറ്റ്. നമ്മൾ വിചാരിക്കും വല്ല കല്യാണത്തിന് നമ്മൾ തലേദിവസം പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് കൊണ്ടുപോകില്ല. അതാണെന്ന് വിചാരിക്കുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ആളില്ലാന്ന് കഴിഞ്ഞാൽ ഈ ആളെടുത്ത് വലതു ഭാഗത്തേക്കും ഈ പുറയിലിരിക്കുന്ന ഭാര്യ എടുത്തത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടും. 2 പാക്കറ്റ് പോയി റോഡിലേക്കാണ് കിടക്കുന്നത്. അത് നമ്മളൊരു കൾച്ചറാണ്, അല്ലേ? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൾച്ചറാണ്. അതിൻ്റെ ഒരു മാറ്റം നമുക്കുണ്ടാകണം. ആ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകണം? ഒരു റെസിഡന്റ് അസോസിയേഷൻ വിചാരിച്ചാൽ അവിടെ ഒരു തുണ്ട് പേപ്പർ പോലും അവിടെ കിടക്കില്ല, അല്ലേ? നമ്മളവിടെ ഇരുന്ന് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പഴം കഴിച്ചു, പഴത്തിന്റെ തൊണ്ട് നമ്മൾ കാറിന്റെ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് ഇടില്ല. നമ്മൾ ഒരു സാധനം പോലും, ഒരു കപ്പലിന്റെ തൊണ്ട് പോലും നമ്മൾ പുറത്തേക്ക് നമ്മൾ വലിച്ചെറിയില്ല. ഒരു തീരുമാനം എടുത്താൽ മതി. അപ്പൊ അടുത്ത ജനറേഷൻ നമുക്ക് പഠിപ്പിച്ചു കൊണ്ടുവരാം. ഇപ്പൊ മയക്കുമരുന്ന് ഇപ്പൊ ഒരു കോളനിയിൽ എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഡ്രിങ്ക്സ് പോലെ അല്ലാതെ, ഡ്രിങ്ക്സ് ആണെങ്കിൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കയറുമ്പോൾ സ്മെല്ലുണ്ടാവും. ഇതൊരു സ്മെല്ല് പോലും ഉണ്ടാവില്ല. ഒരു കുട്ടിക്ക് വേണമെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് പോയി കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി, വീട്ടിൽ അറിയണമെന്നില്ല. പക്ഷേ ഒരുപാട് കണ്ണുകൾ കുട്ടികളെ ശ്രദ്ധിക്കാനുണ്ടാവും. ഒരു റെസിഡന്റ് അസോസിയേഷൻ്റെ അകത്ത് എല്ലാവരും തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവുമ്പോൾ ഒരുപാട് കണ്ണുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞും. ശ്രദ്ധിക്കാൻ ഒരുപാട് കണ്ണുകൾ ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോ അവിടെ ആരാണ് ഇത് സപ്ലൈ ചെയ്യാൻ വരുന്നത്? നല്ലൊരു റെസിഡന്റ് അസോസിയേഷൻ ഉള്ള സ്ഥലത്ത് ഈ ഡ്രഗ് മാഫിയയുടെ ഒരു സപ്ലൈ ചെയിനും അവിടെ വർക്ക് ചെയ്യില്ല. ഇത് സപ്ലൈ ചെയിനാണ്. അതായത് 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും കേരളത്തിൽ ഏത് കുഗ്രാമത്തിലും കിട്ടുന്ന വലിയ സപ്ലൈ ചെയിനാണ്. ആ സപ്ലൈ ചെയിൻ ഇതിന്റെ അകത്തേക്ക് കടക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതിനകത്തേക്ക് കടക്കില്ല. ഞാനിതിപ്പോ ഒരു വളരെ സിംബോളിക് ആയിട്ടുള്ള, പ്രതീകാത്മകമായിട്ടുള്ള ഒരു റെസിഡന്റ് അസോസിയേഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഇത് പറ്റും. എല്ലാവരും ഇത് ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. ഇപ്പൊ ജൈവ കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് ആശയങ്ങൾ, ഇതുപോലുള്ള പുതിയ ആശയങ്ങൾ, പ്രകൃതി സംരക്ഷണം, നമ്മൾ മരം നട്ടു വളർത്തുക, അതിന്റെ ഒരു തണലുണ്ടാകുക. ഇപ്പൊ ഞാൻ ചില സ്ഥലത്ത് റെസിഡന്റ് അസോസിയേഷൻ ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെസിഡന്റ് അസോസിയേഷൻ തന്നെ സപ്ലൈ ചെയ്യാണ് ചൂട് കാലത്ത്. എന്തിനാണെന്നറിയാം? കിളികൾ വന്നിരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാളയുടെ ഒരു സംഭവം, അതായത് മരത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു റെസിഡന്റ് അസോസിയേഷൻ സപ്ലൈ ചെയ്താണ്. എല്ലാ മരങ്ങളുടെയും അരിയിൽ കൊണ്ടുപോയിട്ട് രാവിലെ വെള്ളം നിറച്ച് വയ്ക്കുക. അപ്പൊ കിളികൾ വെള്ളം കിട്ടാതെ വിഷമിച്ച് കിടക്കുകയാണ്. എന്തൊരു കൺസെപ്റ്റാണ്. ഞാൻ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്ത്. കാരണം കിളികൾ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് റെസിഡന്റ് അസോസിയേഷൻ തന്നെ എല്ലാ വീട്ടിലുള്ള മരങ്ങളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പാള കൊണ്ടുള്ള ഒരു സംഭവം. വൈകുന്നേരം ആകുമ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ കൊതുക് വരുമല്ലോ, അപ്പൊ അത് കളഞ്ഞിട്ട് പിറ്റേ ദിവസം വരുമ്പോഴേക്കും രാവിലെ. അപ്പൊ എന്തുമാത്രം കിളികളാണ് അവിടേക്ക് വരുന്നത്. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല ആശയങ്ങൾ ഉണ്ടാവും. ആ ആശയങ്ങളെ എല്ലാം ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ മനോരമ ഓൺലൈനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മനോരമ ഒരുപാട് ഇതുപോലുള്ള ആശയങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു മത്സരാധിഷ്ഠിതമായി ഈ അവാർഡുകൾ മാറുമ്പോൾ ഒരു ആവേശത്തോടു കൂടി പുതുമ നിറഞ്ഞ ഒരുപാട് ആശയങ്ങൾ, അതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ ശ്രദ്ധിച്ചു.
നന്നായിട്ട് ആദ്യം എല്ലാം ഇൻവൈറ്റ് ചെയ്യുക, പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, പിന്നെ അവിടെ പോയി അത് പരിശോധിക്കുക, അവരുമായിട്ട് മുഖാമുഖം ഇന്റർവ്യൂ നടത്തുക. അങ്ങനെ ഒരു വലിയ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ തന്നെ ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. വരുന്ന ആളുകൾക്ക് കുറെ കൂടെ ഭംഗിയായിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ, അടുത്ത പ്രാവശ്യം നമുക്ക് ഈ അവാർഡ് മേടിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഫൈനൽ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരണം എന്നുള്ള ആശയമാണ്. തീർച്ചയായിട്ടും ഇന്നിപ്പോ ഇവിടെ അതുമായിട്ട് അർബൻ അല്ലെ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സും എല്ലാം നടന്നു. ശ്രീ UV ജോസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, വൈകി വന്ന് ഒരുപാട് പ്രസംഗിക്കുന്നത് തന്നെ ഒരു അനൗചിത്യമാണ്. എങ്കിലും ഈ ആശയത്തോട് വല്ലാതെ ഒരു ആകർഷണം തോന്നി. നമുക്ക് വലിയ ഒരു, ഞാൻ പറയില്ലേ, സോഷ്യൽ ചേഞ്ച് എന്ന് പറയും, സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് എന്ന് നമ്മൾ പറയും. സാമൂഹ്യവും സാമ്പത്തികവുമായ മാറ്റം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ. അതിലൊന്നായി ഈ ചുറ്റുവട്ട അവാർഡ് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു നല്ല മെസ്സേജാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പൊതുസമൂഹത്തിനോടും റെസിഡന്റ് അസോസിയേഷനുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ്, അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകട്ടെ. ഇത് സീസൺ 7 ആണ് അല്ലെ. ഇത്രയും വർഷക്കാലം ഇത്രയും മനോഹരമായി ഇത് സംഘടിപ്പിച്ച മനോരമ ഓൺലൈനെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, അവാർഡ് ജേതാക്കളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.